Hi students, എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ BSO പ്രോഗ്രാമിൻ്റെ 9ാം ക്ലാസ്സിലെ ബയോളജി ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്നും സിലബസ് ഏതൊക്കെയാണെന്നാണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, എല്ലാവരും റെഡി അല്ലേ? അപ്പോൾ നോക്കി, ഇവിടെ നമ്മൾ ആദ്യം നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ബയോളജിയിലെ ആദ്യത്തെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം തന്നെയാണ് എന്ത്? സെൽ, അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ കോശങ്ങൾ എന്ന് പറയുന്ന ഒരു ഐറ്റം അല്ലേ. അപ്പോൾ ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ട ഡിസ്കവറി ഓഫ് സെല്ലാണ് ആദ്യം പറയേണ്ടത്. അവിടെ നമ്മൾ പഠിക്കേണ്ട 3 സയൻറ്റിസ്റ്റുമാരുടെ പേരാണ് റോബർട്ട് ഹുക്ക്, പിന്നെന്താണ് ലുവാൻ ഹുക്ക്, പിന്നെന്താണ് റോബർട്ട് ബ്രൗൺ. അപ്പോൾ ഇവരുടെ കോൺട്രിബ്യൂഷൻസ് എന്താണ് ഈ ഒരു ഏരിയയിൽ നിന്നൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ ആദ്യമേ തന്നെ പറയുന്നുണ്ട്. രണ്ടാമത് നമ്മൾ പറയുന്നത് സെൽ തിയറിയാണ്. എന്താണ് സെൽ തിയറി? ആരൊക്കെയാണ് കൊണ്ടുവന്നത്? ഷ്ലീഡൻ ആൻഡ് ഷ്വാൻ എന്ന് പറയുന്ന 2 പേരാണ്. മത്തിയാസ് ഷ്ലീഡൻ ആൻഡ് തിയോഡർ ഷ്വാൻ എന്ന് പറയുന്ന 2 സയൻറ്റിസ്റ്റുമാർ കൊണ്ടുവന്ന സെൽ തിയറി, അതിൻ്റെ മേജർ പോസ്റ്റുലേറ്റ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ ഈ ചാപ്റ്ററിൽ പറയും. പിന്നീട് നോക്കി എന്തൊക്കെയാണ് യൂണിസെല്ലാർ വേഴ്സസ് മൾട്ടി സെല്ലാർ ഓർഗാനിസം അല്ലേ. ജീവികൾ തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഏകകോശ ജീവികൾ നമ്മൾ ബഹുകോശ ജീവികൾ എന്ന് പറയും, അല്ലെങ്കിൽ എന്താ പറയാം, യൂണിസെല്ലാർ വേഴ്സസ് മൾട്ടി സെല്ലാർ ഓർഗാനിസം. അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അവരെങ്ങനെയാണ് അവരുടെ ബോഡിയുടെ ഓർഗനൈസേഷൻസ് ഒക്കെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ പഠിക്കുന്നത് സ്ട്രക്ചർ ഓഫ് സെല്ലാണ് പഠിക്കുന്നത്. ഈ ചാപ്റ്ററിൽ സെല്ലിൻ്റെ സ്ട്രക്ചറിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സെല്ലിൻ്റെ ഔട്ടർ മുതൽ ഇന്നർ ഏറ്റവും ഡീപ്പസ്റ്റ് ഏരിയ വരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നോക്കി, അവിടെ ആദ്യം നമുക്ക് സ്ട്രക്ചർ ഓഫ് സെല്ലിൽ ആദ്യം വരുന്ന മെയിൻ കമ്പോണൻസ് ഏതൊക്കെയാണ്? പ്ലാസ്മ മെംബ്രെയിൻ, ഈ ചുറ്റും കാണുന്ന ലെയർ ആണ് എന്ത്? പ്ലാസ്മ മെംബ്രെയിൻ. പിന്നെ എന്താ? ന്യൂക്ലിയസ് ഉണ്ട്, സൈറ്റോപ്ലാസം ഉണ്ട്. ഈ കാണുന്ന ന്യൂക്ലിയസ്, പിന്നെ എന്താണ് ഈ ലിക്വിഡ് പാർട്ട് എന്താണ്? സൈറ്റോപ്ലാസം. പിന്നെ എൻഡോപ്ലാസ്മ റെട്ടിക്കുലമാണ്. നോക്കിയേ, ന്യൂക്ലിയസ് ചുറ്റും കാണപ്പെടുന്ന ഈ ന്യൂക്ലിയസ് ആണെങ്കിൽ ന്യൂക്ലിയസ് ചുറ്റും കാണപ്പെടുന്ന ഈ ഒരു ഏരിയ ആണ് എന്ത്? എൻഡോപ്ലാസ്മ റെട്ടിക്കുലം എന്ന് പറയുന്നത്. അത് നോക്കി, അതിൻ്റെ ജോലി 2 ടൈപ്പ് ഉണ്ട്. റഫ് എൻഡോപ്ലാസ്മ റെട്ടിക്കുലം ഉണ്ട്, സ്മൂത്ത് എൻഡോപ്ലാസ്മ റെട്ടിക്കുലം ഉണ്ട്. എന്തുകൊണ്ടാണ് ആ ഡിഫറൻസ് അങ്ങനെ വന്നത്, എന്താണ് രണ്ടിൻ്റെയും ഫംഗ്ഷൻസ് എന്നൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. പിന്നെ ഉള്ളത് എന്താണ്? ഗോൾഗി അപ്പാരറ്റസ്. ന്യൂക്ലിയസ്, അത് കഴിഞ്ഞാൽ എന്താണ്? എൻഡോപ്ലാസ്മ റെറ്റിക്കുലം. അതിനോട് ചേർന്ന് കാണപ്പെടുന്ന ഏരിയയാണ് ഈ ഒരു ഏരിയയാണ് എന്ത്? ഗോൾഗി കോംപ്ലക്സ്, അല്ലെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? ഗോൾഗി അപ്പാരറ്റസ്. അതിൻ്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. പിന്നീടുള്ള ഏരിയയാണ് ലൈസോസോം. എന്താണ് ലൈസോസോം? സെല്ലിൽ കാണപ്പെടുന്ന ഒരു റൗണ്ട് ഷേപ്പ് സ്ട്രക്ചറാണ്, സെൽ ഓർഗനലാണ് ഇത് ലൈസോസോം. അത് നിറച്ച് എന്താ ഉള്ളത്? ഡൈജസ്റ്റീവ് എൻസൈംസ് കാണപ്പെടുന്ന ഒരു വാക്യൂൾ ടൈപ്പ് സെൽ ഓർഗനലാണ് ഇത് നമ്മുടെ ലൈസോസോം എന്ന് പറയുന്നത്. അതിനെപ്പറ്റി നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. പിന്നുള്ളത് മൈറ്റോകോൺട്രിയ. നമുക്കറിയാം പവർ ഹൗസ് ഓഫ് ദി സെൽ എന്നറിയപ്പെടുന്ന ആരെയാണ്? മൈറ്റോകോൺട്രിയാണ് അല്ലേ. ATP അല്ലെങ്കിൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന, സെല്ലിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എനർജി ATPയുടെ രൂപത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ ഹൗസ് ഓഫ് ദി സെൽ എന്നറിയപ്പെടുന്ന മൈറ്റോകോൺട്രിയെ പറ്റി നമ്മൾ ഈ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അടുത്ത വാക്യൂൾസ് ആണ്. എന്താണ് വാക്യൂൾ? ഏതാണ് വാക്യൂൾ? നോക്കിയേ, നമ്മൾ ഈ 2 സെല്ലിന് വ്യത്യാസമുണ്ടല്ലോ. അനിമൽ സെല്ലിൽ നോക്കിയാൽ കുഞ്ഞു വാക്യൂളല്ല, ചെറിയൊരു വാക്യൂളാണ് ഈ കാണുന്നത്. ഈ റൗണ്ടിൽ കാണപ്പെടുന്നതാണ് ഇത് വാക്യൂൾ. അതേസമയം പ്ലാന്റ് സെല്ലിൽ നോക്കുമ്പോൾ നോക്കിയാൽ സെൻട്രൽ പോർഷനിൽ തന്നെ ഒരു മേജർ ഏരിയ ആരാണ് ഒക്കുപ്പൈ ചെയ്തേക്കുന്നത്? വാക്യൂളാണ് അല്ലേ. അപ്പോൾ ഇവിടെ ലാർജ് പ്ലാന്റ്സിൽ കാണപ്പെടുന്ന ലാർജ് വാക്യൂൾ ആണെങ്കിൽ അനിമൽസിൽ എന്താണ്? സ്മോൾ വാക്യൂളാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ് ആ ഡിഫറൻസ്? എന്തുകൊണ്ടാണ് ആ ഡിഫറൻസ് വന്നത്? എന്തുകൊണ്ടാണ് ഈ ലാർജ് വാക്യൂൾ ഇവിടെ പ്ലാന്റ്സിൽ വരുന്നത്? അതുകൊണ്ട് പ്ലാന്റ്സിനുള്ള ഗുണം എന്താണ് എന്നൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നോക്കി, ഈ ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന 5-6 ക്വസ്റ്റ്യൻസ് നോക്കി. ഏതൊക്കെയാണ്? ഫ്ലൂയിഡ് ഇൻസൈഡ് ദ സെൽ മെമ്പർ ഏതായിരുന്നു? സെല്ലിനകത്ത് കാണപ്പെടുന്ന ഫ്ലൂയിഡ് പാർട്ട് ഏതായിരുന്നു? സൈറ്റോപ്ലാസം അല്ലേ. എന്താണ്? സൈറ്റോപ്ലാസം. പിന്നെ നോക്കിയേ, സെൽ ഓർഗനൽസ് റെസ്പോൺസിബിൾ ഫോർ ഫോട്ടോസിന്തസിസ് ഇൻ പ്ലാന്റ്സിൽ ഫോട്ടോസിന്തസിസ് നടത്താൻ വേണ്ടി അവരിൽ കാണപ്പെടുന്ന സെൽ ഓർഗനൽ ഏതായിരുന്നു? പറഞ്ഞേ, ക്ലോറോപ്ലാസ്റ്റ്. എന്താണ്? ക്ലോറോപ്ലാസ്റ്റ് അല്ലേ. അടുത്ത റൈറ്റ് ദ നെയിം ഓഫ് 2 ടൈപ്സ് ഓഫ് സെൽ ഡിവിഷൻ. ഏതൊക്കെ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ നമ്മൾ. ഏതാ 2 ടൈപ്പ് സെൽ ഡിവിഷൻ ഏതൊക്കെയായിരുന്നു? ഇപ്പോൾ കണ്ടല്ലോ. ഏതൊക്കെയായിരുന്നു? മൈറ്റോസിസ് ആൻഡ് മിയോസിസ്. 2M ഏതൊക്കെയാണ്? മൈറ്റോസിസും പിന്നെന്താണ്? മിയോസിസും. ഓക്കെ, അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ, ബയോളജിയുടെ ആദ്യത്തെ ചാപ്റ്റർ 9ാം ക്ലാസ്സിൽ. ഓക്കെ അല്ലേ. അടുത്തതായിട്ട് നമ്മൾ ഇവിടെ പറയുന്നതാണ് ടിഷ്യൂസ്. എന്താണ് ടിഷ്യൂസ്? സെല്ല് പഠിച്ചാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് പഠിച്ചിരിക്കണം? ടിഷ്യൂസ് പഠിച്ചിരിക്കണം അല്ലേ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നോക്കിയാൽ ഗ്രൂപ്പ് ഓഫ് സെൽസ് വിത്ത് സിമിലർ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ അല്ലേ. സെല്ലിൻ്റെ ഒരു അഗ്രിഗേഷനാണ്, സെല്ലിൻ്റെ ഒരു കൂട്ടം. ഗ്രൂപ്പ് ഓഫ് സെൽസ് ഹാവിങ് കോമൺ ഫങ്ഷൻ അല്ലേ. ഒരേ ഫങ്ഷൻ ചെയ്യുന്ന സെല്ലുകളുടെ ഒരു കൂട്ടത്തെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ടിഷ്യൂ എന്ന് വിളിക്കുന്നത്. അപ്പോൾ സെല്ല് പഠിച്ചാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് പഠിക്കേണ്ടി വരും? ടിഷ്യൂ പഠിക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ എക്സാമ്പിൾ ബ്ലഡ് ഒരു ടിഷ്യൂ ആണ്, ഫ്ലോയം, മസിൽ ടിഷ്യൂ, ഇങ്ങനെയുള്ള പല ടിഷ്യൂസിനെ പറ്റി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. അടുത്തൊരു ഏരിയ ആണ് നമ്മൾ ഇംപ്രൂവ്മെൻറ്റ് ഇൻ ഫുഡ് റിസോഴ്സസ്. എന്താണ്? ഇനി രണ്ടാമത്തെ ഏരിയയായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഏത്? ഇംപ്രൂവ്മെൻറ്റ് ഇൻ ഫുഡ് റിസോഴ്സസ്. എന്തുകൊണ്ടാണ് നമ്മൾ ഫുഡ് ഇംപ്രൂവ്മെൻറ്റ് നടത്തേണ്ട ആവശ്യമുണ്ട് നമ്മുടെ രാജ്യത്ത്? കാരണം എന്തുകൊണ്ടാണ്? നമുക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ എന്താവശ്യമാണ്? ഫുഡ്. അപ്പോൾ ഒരിക്കലും ഫുഡിന് ഒരു ദാരിദ്ര്യം, ഒരു സ്കേഴ്സിറ്റി വരാൻ വേണ്ടി പാടില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ ഫുഡിൻ്റെ റിസോഴ്സസ് എങ്ങനെ കൂട്ടാൻ പറ്റും? നമ്മുടെ പോപ്പുലേഷൻ വർദ്ധിക്കുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് വർദ്ധിപ്പിച്ചേ പറ്റത്തുള്ളൂ? നമ്മുടെ ഫുഡിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ഫുഡിൻ്റെ റിസോഴ്സസ് അല്ലെങ്കിൽ ഫുഡിൻ്റെ ഇംപ്രൂവ്മെൻറ്റ്സ് വരുത്തിയേ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ക്രോപ്പ് പ്രൊട്ടക്ഷൻ, ലൈഫ്
ലൈവ് സ്റ്റോക്ക് പ്രൊഡക്ഷൻ ആൻഡ് മാനേജ്മെൻറ്റ്. മൂന്നാമതായിട്ട് നമ്മൾ ഈ പറയുന്ന ഏരിയയാണ് എന്ത് ലൈഫ് പ്രോസസ്സ്. എന്താണ് 9ാം ക്ലാസ്സിലെ അടുത്തൊരു ഏരിയയാണ് എന്ത് ലൈഫ് പ്രോസസ്സ്. എന്താ ലൈഫ് പ്രോസസ്സ്? നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ബോഡിയിൽ നടക്കുന്ന ചില പ്രോസസ്സുകളാണ്. ഏതൊക്കെയാണ്? ന്യൂട്രീഷനുണ്ട്, റെസ്പിറേഷനുണ്ട്, ട്രാൻസ്പോർട്ടുണ്ട്, എക്സ്ക്രീഷനുണ്ട്, റീപ്രൊഡക്ഷനുണ്ട്. ഇതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. പിന്നെ എന്താണ് മേജർ ബയോ മോളിക്യൂൾസ് ഏതൊക്കെയാണെന്ന് പഠിക്കുന്നുണ്ട്. നമ്മൾ ന്യൂട്രീൻസുമായിട്ട് ബന്ധപ്പെട്ട് കാണപ്പെടുന്ന നമ്മുടെ ബോഡിയിലുള്ള മേജർ ബയോ മോളിക്യൂൾസ് ഏതൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ്, ലിപ്പിഡ്, ന്യൂക്ലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ DNA അല്ലെങ്കിൽ RNA, പിന്നെന്താണ് എൻസൈംസ്. ഇതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ ഓരോന്നിനെ പറ്റി നമ്മൾ പറയുന്നുണ്ട്. പിന്നെ അടുത്തൊരു ഏരിയയാണ് ഫോട്ടോസിന്തസിസ്. ഈ ചാപ്റ്റർ തന്നെ ലൈഫ് പ്രോസസ്സിൽ തന്നെ പറയുന്ന വേറൊരു ഏരിയയാണ് ഇത് പ്ലാന്റ്സിൽ നടക്കുന്ന ഫോട്ടോസിന്തസിസ്. എന്താണ്? പ്ലാന്റ്സിൽ സൺലൈറ്റ്, വാട്ടർ, കാർബൺ ഡയോക്സൈഡ്, ക്ലോറോഫിൽ ഇതിൻ്റെ മൂന്നിൻ്റെ ഹെൽപ്പോട് കൂടി എന്താണ് സൺലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നതാണ്? ഗ്ലൂക്കോസ് അല്ലെങ്കിൽ എനർജി പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫോട്ടോസിന്തസിസ്. എവിടെ നടക്കുന്നത്? ലീവ്സിലെ ക്ലോറോപ്ലാസ്റ്റിലാണ് നടക്കുന്നത് അല്ലേ. അതിനെപ്പറ്റി നമ്മൾ ഈ ചാപ്റ്ററിൽ എങ്ങനെയാണ് സംഭവിക്കുന്നതൊക്കെ പറയുന്നുണ്ട്. ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നുണ്ട് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കി ഒന്ന് വിച്ച് ആർ ദ മേജർ ന്യൂട്രിയൻസ്. നമുക്ക് നേരത്തെ പറഞ്ഞില്ല ഏതൊക്കെയാണ് മേജർ ന്യൂട്രിയൻസ്? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, പിന്നെന്താണ് ലിപ്പിഡ്, ഇതൊക്കെ എന്താണ്? വാട്ടറുണ്ട്, മിനറൽസ് ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്. ഇതൊക്കെ എന്താണ് നമുക്ക് പറയാൻ പറ്റുന്ന മേജർ ന്യൂട്രിയൻസ് ആണ്. പിന്നെ വിച്ച് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട്സ് ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയായിരുന്നു? നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഏതൊക്കെയാണ്? സൺലൈറ്റ് വേണം, കാർബൺ ഡയോക്സൈഡ് വേണം, പിന്നെന്താണ് വാട്ടറിൻ്റെ അവൈലബിലിറ്റി ഉണ്ട്, മിനറൽസ് ഉണ്ട്, ക്ലോറോഫിൽ എന്ന് പറയുന്ന പിഗ്മെൻ്റ് ഉണ്ട് അല്ലേ. ഇതിൻ്റെയൊക്കെ ഈ ഫാക്ടറൊക്കെ എങ്ങനെയാണ് ഫോട്ടോസിന്തസിസിനെ അഫക്ട് ചെയ്യുന്നതൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. ഓക്കെ. നാലാമത് നമ്മൾ ഈ ചാപ്റ്റർ 9ാം ക്ലാസ് ഡിസ്കസ് ചെയ്യുന്ന ഒരു ഏരിയയാണ് ഡൈജഷൻ, ട്രാൻസ്പോർട്ട് ആൻഡ് ന്യൂട്രിയൻസ്. എന്താണ് ഡൈജസ്റ്റ് ചെയ്ത ന്യൂട്രിയൻസിനെ ബോഡിയുടെ പല ഭാഗത്ത് എങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു, ആ ന്യൂട്രിയൻസ് ഏതൊക്കെയാണെന്നൊക്കെ ഉള്ളതാണ്. ഒന്നാമത് നോക്കി ഡൈജഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ കഴിക്കുന്ന ആഹാരത്തിനെ പല പീസായി ബ്രേക്ക് ചെയ്ത് സിമ്പിൾ അബ്സോർബിൾ ഫോമിലേക്ക് മാറ്റുവാണ് അല്ലേ. അത് നമ്മൾ എങ്ങനെയാണ് നടക്കുന്നതെന്ന് പറയുന്നുണ്ട്. പിന്നെ ആ അബ്സോർബിൾ ഫോമിലേക്ക് മാറ്റം ചെയ്യപ്പെട്ട ന്യൂട്രിയൻസിനെ ബോഡിയുടെ പല ഭാഗത്തേക്ക് എന്ത് ചെയ്യുന്നു? ട്രാൻസ്പോർട്ട് ചെയ്യുന്നു അല്ലേ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ആരാ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? ബ്ലഡിൽ കൂടിയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമ്മൾ അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസും പിന്നെ ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ് ഇതൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്ന ഒരു ഏരിയ ആണ്. ഇവിടെ നമുക്ക് അവിടെ നമ്മൾ ആദ്യം പഠിക്കുന്നതാണ് ഒരു ഏരിയയാണ് ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം. എന്താണ് ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം? അത് വരുന്ന മൗത്ത്, സ്റ്റൊമക്ക്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ. നോക്കി ഈ പടത്തിൽ അറിയാം മൗത്ത് ഉണ്ട്, പിന്നെ ഈസോഫാഗസിൻ്റെ ട്യൂബ് ഉണ്ട്, സ്റ്റൊമക്ക് ഉണ്ട്, പിന്നെന്താണ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ കാണാൻ പറ്റും, പിന്നെന്താണ് ലാർജ് ഇൻറ്റസ്റ്റൈൻ കാണാൻ പറ്റും, പിന്നെ ഒരു റെക്റ്റം ഉണ്ട്, പിന്നെന്താണ് ഏനസ്. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്ന ഒരു ഏരിയയാണ് ഡൈജസ്റ്റോട് ബന്ധപ്പെട്ട്. പിന്നെ നോക്കി ഏതൊക്കെയാണ് ഡൈജഷന് സഹായിക്കുന്ന എൻസൈം നമ്മൾ പറയണം. ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യേണ്ട വേറൊരു ഏരിയയാണ് ഡൈജഷന് സഹായിക്കുന്ന എൻസൈംസ്. ഏതൊക്കെയാണ്? അമിലേസ്, ട്രിപ്സിൻ, ലിപ്പേസ് പോലുള്ള എൻസൈം, പെപ്സിൻ ഉണ്ട്. പിന്നെന്താണ് ഇതിൻ്റെയൊക്കെ ഫംഗ്ഷൻ? കാർബോഹൈഡ്രേറ്റിനെ ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈമാണ് അമിലേസ്, പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈമാണ് ട്രിപ്സിനും പെപ്സിനും, ഫാറ്റിനെ ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈമാണ് അത് ലിപ്പേസ്. അങ്ങനെ ഫാറ്റിൻ്റെ എമൾസിഫിക്കേഷൻ ഒരു പ്രോസസ്സ് നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട്, എമൾസിഫിക്കേഷൻ പ്രോസസ്സ്. അപ്പോൾ ഇതൊക്കെ ഈ ചാപ്റ്ററിൽ പറയുന്ന ഒരു ഏരിയ ആണ്. നമ്മൾ ഈ ന്യൂട്രിയൻസിനെ എന്താണ് നമ്മുടെ സെല്ലിനകത്തേക്ക് എടുത്തിട്ട് സെല്ലുലാർ റെസ്പിറേഷൻ നടക്കുന്നുണ്ട്. അവിടെ എന്ത് നടക്കുന്നുണ്ട്? സെല്ലുലാർ റെസ്പിറേഷൻ. എന്താണ് സംഭവിക്കുന്നത്? അവിടെ ഗ്ലൂക്കോസിനെ ബ്രേക്ക് ചെയ്ത് എനർജി ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സാണ് ഇത് സെല്ലുലാർ റെസ്പിറേഷൻ. അതുകൂടാതെ അമിനോ ആസിഡ്സിനെ നമുക്ക് പ്രോട്ടീൻസിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും, എനർജി പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമുക്ക് ഫാറ്റിനെ ഉപയോഗിക്കാൻ പറ്റും. ഇങ്ങനെ നമ്മൾ കഴിക്കുന്ന ന്യൂട്രിയൻസിനെ യൂസ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഇത് നമ്മുടെ സെല്ലുലാർ യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻസ് നോക്കി വാട്ട് ആർ ദ മേജർ ഡൈജസ്റ്റീവ് എൻസൈംസ്. നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ സലൈവറി, അമിലേസ് ഉണ്ട്, ട്രിപ്സിൻ, പെപ്സിൻ എന്നൊക്കെ പറഞ്ഞില്ലേ. അതൊക്കെ എന്താണ്? ഒരു മേജർ ഡൈജസ്റ്റീവ് എൻസൈംസ് ആണ്. പിന്നെ മേജർ കമ്പോണൻസ് ഓഫ് സർക്കുലേറ്ററി സിസ്റ്റം. ഏതൊക്കെയായിരുന്നു സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ കമ്പോണൻസ്? ഹാർട്ട്, ബ്ലഡ് വെസൽസ്. ഏതൊക്കെ? ആർട്ടറി, വെയിൻ, കാപ്പിലറി എന്ന് പറയുന്ന 3 ടൈപ്പ് ബ്ലഡ് വെസൽസ്. വാട്ട് ആർ ദ മേജർ ബ്ലഡ് വെസൽസ്? ഇപ്പോൾ പറഞ്ഞോളൂ ഏതൊക്കെയാണ്? ആർട്ടറി, വെയിൻ, കാപ്പിലറി. ഇത് 3 ഏത്? മേജർ ബ്ലഡ് വെസൽസ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എങ്ങനെയാണ് ഈ പ്രോസസ്സ് നടക്കുന്നതെന്നൊക്കെ. അടുത്തൊരു ഏരിയയാണ് റെസ്പിറേഷൻ ആൻഡ് എക്സ്ക്രീഷൻ. 9ാം ക്ലാസ്സിൽ തന്നെ നമുക്ക് BSc ഉള്ള അടുത്തൊരു ഏരിയയാണ് ഏത്? റെസ്പിറേഷൻ ആൻഡ് എക്സ്ക്രീഷൻ. എന്താ റെസ്പിറേഷൻ എന്ന് പറയുമ്പോൾ? റിലീസിങ് എനർജി ബൈ ഓക്സിഡേഷൻ ഓഫ് ഫുഡ് ഇൻ സെല്ലിൽ നമ്മുടെ കഴിക്കുന്ന ഫുഡിനെ അല്ലെങ്കിൽ ന്യൂട്രിയൻസിനെ അല്ലെങ്കിൽ എക്സ്പെഷ്യലി ഗ്ലൂക്കോസിനെ ബ്രേക്ക് ചെയ്ത് അതിൽ നിന്ന് എന്ത് എടുക്കുന്ന പ്രോസസ്സാണ്? എനർജി റിലീസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഏത്? റെസ്പിറേഷൻ. രണ്ട് ടൈപ്പ് റെസ്പിറേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. ഏതൊക്കെ? എയറോബിക് റെസ്പിറേഷനും പിന്നെന്താണ് അനേറോബിക് റെസ്പിറേഷനും. ഏതൊക്കെയാണ്? എയറോബിക് റെസ്പിറേഷൻ ആൻഡ് അനേറോബിക് റെസ്പിറേഷൻ. ഇനി നമ്മൾ പഠിക്കാനുള്ള ഹ്യൂമൻ ബ്രീത്തിങ് മെക്കാനിസമാണ്. ഈ ചാപ്റ്ററിൽ അടുത്ത ഏരിയ ആണ് എന്ത്? ഹ്യൂമൻ ബ്രീത്തിങ് മെക്കാനിസം. ഇവിടെ നമ്മൾ ബ്രീത്തിങ് എന്താണ്? എന്തൊക്കെയാണ് ബ്രീത്ത് നടക്കുന്നത്? 2 ടൈപ്പ് പ്രോസസ്സ്. എന്തൊക്കെ?
ഏതൊക്കെയാണ്? ഇൻഹലേഷനും എക്സ്ഹലേഷനുമാണ് ബ്രീതിങ്ങിൻ്റെ മെയിൻ പ്രോസസ്സ്. ഏതൊക്കെയാണ്? നമ്മൾ എയർ അകത്തേക്ക് എടുക്കുന്ന പ്രോസസ്സാണ് ഏത്? ഇൻഹലേഷൻ. എയർ പുറത്തേക്ക് വിടുന്ന പ്രോസസ്സാണ് എക്സ്ഹലേഷൻ. ഇവിടെ നമ്മൾ ഏതൊക്കെ മസിൽസ് ആണ് നമ്മളെ സഹായിക്കുന്നത്? ലങ്സ് എങ്ങനെ സഹായിക്കുന്നു? ഇതിന് ഈ റിബ്സ് എങ്ങനെ സഹായിക്കുന്നു ഈ പ്രോസസ്സ് നടത്താൻ വേണ്ടിയിട്ട്? നോസ്ട്രിൽസ് അവിടെ ഉണ്ട് അല്ലേ? പിന്നെ ട്രക്കിയ എന്നൊരു ഏരിയ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ ലങ്സ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്ന ഒരു ഏരിയയാണ്. അടുത്ത് നോക്കിയാൽ റെസ്പിറേഷൻ അതർ ഓർഗാനിസം. നമ്മൾ മനുഷ്യൻ്റെ കൂടാതെ മറ്റു ജീവികളുടെ എങ്ങനെയാണ് റെസ്പിറേഷൻ നോക്കിയാൽ പ്ലാന്റ്സ് ആണെങ്കിൽ എങ്ങനെയാണ് അവർ സ്റ്റൊമാറ്റോ വഴി അവർ എയർ എടുക്കുകയും കാർബൺ ഡൈഓക്സൈഡ് കളയുമ്പോൾ ഓക്സിജൻ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ലെൻറ്റിസെൽസ് ഉണ്ട് അവരുടെ സ്റ്റെമ്മിൽ കാണപ്പെടുന്ന. പിന്നെന്താണ്? റൂട്ട് സർഫസിൽ കൂടെ അവർ ശ്വസിക്കുന്നവരുണ്ട്. പിന്നെന്താണ്? അനിമൽസ് വരുമ്പോഴത്തേക്ക് എർത്ത് വേം സ്കിന്നിൽ കൂടെയാണ് റെസ്പിറേഷൻ നടത്തുന്നത്. ഇൻസെക്റ്റ് ആണെങ്കിൽ ട്രക്കിയ ഉണ്ട്, സ്പൈറക്കിളുണ്ട്. ഫിഷ് ആണെങ്കിൽ എന്തുണ്ട്? ഗിൽസ് ഉണ്ട്. റെസ്പിറേറ്ററി ഓർഗനായിട്ട് എന്തുണ്ട്? അവർക്ക് ലിങ്സ്. നമുക്ക് ലങ്സ് ഉള്ള പോലെ അവർക്ക് എന്താ ഉള്ളത്? ഗിൽസ് ആണുള്ളത് അല്ലേ? അപ്പോൾ ഇതിനെപ്പറ്റി ഈ മറ്റു ജീവികളുടെ ഈ റെസ്പിറേറ്ററി സിസ്റ്റത്തെ പറ്റി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ബ്രീഫായിട്ട് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്ന അടുത്തൊരു ഏരിയയാണ് എക്സ്ക്രീഷൻ. എന്താ എക്സ്ക്രീഷൻ? നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന മെറ്റബോളിക് വേസ്റ്റിനെ നമ്മൾ പുറന്തള്ളുന്നു. റിമൂവൽ ഓഫ് മെറ്റബോളിക് വേസ്റ്റസ്. ഏതൊക്കെയാണ് മെറ്റബോളിക് വേസ്റ്റ്? കാർബൺ ഡയോക്സൈഡ്, യൂറിയ, സോൾട്ട്, എക്സസ് ഓഫ് വാട്ടർ. ഇതിനെ നമ്മൾ എങ്ങനെ ബോഡിക്ക് പുറത്തേക്ക് കളയും? ഇതുമായിട്ട് ഇൻവോൾവ് ചെയ്ത് വർക്ക് ചെയ്യുന്ന നമ്മുടെ ബോഡിക്കകത്ത് വർക്ക് ചെയ്യുന്ന ഓർഗൻസ് ഏതൊക്കെയാണ്? കിഡ്നി, ലിവർ, ലങ്സ്, സ്കിൻ. ഇതൊക്കെ നമ്മുടെ എക്സ്ക്രീഷനുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് കിഡ്നി, ലിവർ, ലങ്സ്, സ്കിൻ ഒക്കെ നമ്മുടെ ബോഡിയുടെ എക്സ്ക്രീഷനുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നതൊക്കെ ഈ ചാപ്റ്ററിൽ നമ്മൾ പറയുന്നുണ്ട്. പിന്നെ ഉള്ളത് നൈട്രോജനസ് വേസ്റ്റ്. എന്ത് വേസ്റ്റാണ് നമ്മൾ പുറത്ത് കളയുന്നത്? നോക്കിയാൽ പല ജീവികൾക്കും പല ടൈപ്പാണ്. നോക്കിയേ, അമോണിയാണ് അക്വാട്ടിക് ജീവികൾക്കല്ല, അക്വാട്ടിക് ഓർഗാനിസം, അക്വാട്ടിക് അനിമൽസ് അല്ല എന്താ പുറത്ത് വിടുന്ന അവരുടെ വേസ്റ്റ് എന്താണ്? അമോണിയാണ്. യൂറിയാണ് ആരുടെ? മാമൽസ്. നമ്മൾ പോലുള്ള മാമൽസ് ഒക്കെ എന്താണ് എലിമിനേറ്റ് ചെയ്യുന്നത്? എക്സ്ക്രീഷൻ വഴി. യൂറിയാണ് മെറ്റബോളിക് വേസ്റ്റ് ആയിട്ട് പുറത്ത് വരുന്നത്. ബേർഡ്സ്, റെപ്റ്റൈൽസ് ഒക്കെയാണ് എന്താ വരുന്നത്? യൂറിക് ആസിഡ് ആണ്. അപ്പോൾ ഇത് വെച്ച് ഇവരുടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ 3 ടൈപ്പ് ജീവികൾക്ക് 3 ടൈപ്പ് ഓഫ് എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് വന്നത്? പിന്നെ അത് വെച്ച് ഇവരുടെ പേരുകൾ എന്തൊക്കെയാണ്? ഇവരുടെ പല രീതിയിൽ എന്തൊക്കെയാണ് ഇവരുടെ ബോഡിയുടെ എക്സ്ക്രീറ്ററി സിസ്റ്റം ഇതനുസരിച്ച് എങ്ങനെ മാറിയിരിക്കുന്നു എന്നൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നീട് വരുന്ന ഒരു ഏരിയയാണ് നമ്മുടെ ബോഡി മൂവ്മെൻറ്റ്സ്. എന്താണ് ബോഡി മൂവ്മെൻറ്റ്സ്? എന്താ ബോഡി മൂവ്മെൻറ്റ്സ് എന്ന് പറയാൻ? നമുക്കറിയാം അനിമൽസ് ആണെങ്കിലും പ്ലാന്റ്സ് ആണെങ്കിലും അവരെന്ത് ചെയ്യുന്നുണ്ട്? മൂവ്മെൻറ്റ് ഉണ്ട് അവർക്ക് അല്ലേ? മൂവ്മെൻറ്റ് അല്ലേ? അനിമൽസ് ആണെങ്കിൽ പ്രത്യേകിച്ച് എന്തുണ്ട്? മൂവ്മെൻറ്റ്സ് മാത്രമല്ല എന്തുണ്ട്? ലോക്കോമോഷൻ ഉണ്ട്. എന്താ ലോക്കോമോഷൻ? മൂവ്മെൻറ്റിൻ്റെ ഫലമായിട്ട് നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിക്കുന്നെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? നമ്മളതിനെ ലോക്കോമോഷൻ എന്ന് പറയും അല്ലേ? അപ്പം ബോഡി മൂവ്മെൻറ്റ്സ്, അത് നമ്മുടെ ബോഡിയുടെ പൊസിഷൻ അല്ലെങ്കിൽ ബോഡി പാർട്സ് ഒക്കെ അങ്ങോട്ടും മാറുന്ന നമ്മൾ എന്ത് വിളിക്കുന്നത്? മൂവ്മെൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. അനിമൽസിന് എന്തുണ്ട്? ലോക്കോമോഷൻ. അത് നമ്മളെ സഹായിക്കുന്ന ബോഡി പാർട്സ് ഏതൊക്കെയാണ്? ബോൺസും മസിലുമാണ് അല്ലേ? നമ്മുടെ മൂവ്മെൻറ്റ്സിന് അല്ലെങ്കിൽ ലോക്കോമോഷന് അനിമൽസിനെ സഹായിക്കുന്ന ഏതൊക്കെ ബോഡി പാർട്സ് ആണ്? ബോൺസും മസിൽസും. അപ്പോൾ ഇതേ പറ്റിയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എങ്ങനെയാണ് ഇതൊക്കെ വർക്ക് ചെയ്യുന്നതെന്ന് നമ്മൾ ഈ ചാപ്റ്റർ പറയുന്നുണ്ട്. അടുത്ത മൂവ്മെൻറ്റ് ബേസ്ഡ് ഓൺ ഹാബിറ്റാറ്റ് അല്ലേ? നമ്മുടെ ഓരോ ജീവികൾക്കും അവരുടെ ഹാബിറ്റാറ്റ് അനുസരിച്ച് പല ടൈപ്പ് മൂവ്മെൻറ്റാണ്. അപ്പോൾ എർത്ത് മൂവ്മെൻറ്റ് എങ്ങനെയാണെന്ന് നമ്മൾ പഠിക്കും. സ്നെയിലിൻ്റെ മൂവ്മെൻറ്റ്, കോക്രോച്ച് പോലുള്ള ഇൻസെക്റ്റുകളുടെ മൂവ്മെൻറ്റ്, ബേർഡ്സിൻ്റെ മൂവ്മെൻറ്റ്, വെള്ളത്തിലാണെങ്കിൽ എന്താണ് അക്വാട്ടിക് ജീവിയായ ഫിഷസിൻ്റെ മൂവ്മെൻറ്റ്. ഇതൊക്കെ പല ഹാബിറ്റാറ്റിൽ പല അനിമൽസും പല രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? മൂവ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ലോക്കോമോഷൻ നടത്തുന്നത്. അപ്പോൾ അതിനുവേണ്ടി അതെങ്ങനെയാണ് നമ്മൾ നടത്തുന്നതെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അടുത്ത ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഏരിയ ആണ് നമ്മൾ 9th ഡിസ്കസ് ചെയ്യുന്നതാണ് റീപ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. അനിമൽസിൻ്റെയും പ്ലാന്റ്സിൻ്റെയും റീപ്രൊഡക്ഷൻ. എന്താ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ? എല്ലാ ജീവികളും അവരുടെ യങ് വൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അവരുടെ തലമുറ നിലനിർത്താൻ വേണ്ടിയിട്ടല്ലേ? അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? റീപ്രൊഡക്ഷൻ എന്ന് വിളിക്കുന്നത്. അവിടെ നമ്മൾ പറയുമ്പോഴത്തേക്ക് 2 ടൈപ്പ് ഉണ്ട്. എസെക്ഷൽ റീപ്രൊഡക്ഷനും ഉണ്ട്, സെക്ഷൽ റീപ്രൊഡക്ഷനും പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? എസെക്ഷൽ റീപ്രൊഡക്ഷനും സെക്ഷൽ റീപ്രൊഡക്ഷനും. എസെക്ഷലി പറയുമ്പോൾ നമ്മൾ സിംഗിൾ പേരൻ്റ് മാത്രമുള്ള റീപ്രൊഡക്ഷനാണ്. അവിടെ നമ്മൾ പറയുന്ന മെത്തേഡാണ് ഒന്ന് ബൈനറി ഫിഷൻ. എന്താണ്? ഇതുപോലെ ഒരു സെല്ല് ഡിവൈഡ് 2 മാറുന്ന ബൈനറി ഫിഷൻ. ബഡ്ഡിംഗ് ഉണ്ട്. ഈസ്റ്റ് പോലെയുള്ള ഫംഗസ് ചെയ്യാൻ പറ്റുന്നതാണ് ബഡ്ഡിങ്. പിന്നെ ഫ്രാഗ്മെന്റേഷൻ. ബോഡി പല ഫ്രാഗ്മെന്റ്സ് ആയിട്ട് മുറിഞ്ഞിട്ട് ഓരോ ഫ്രാഗ്മെന്റും പുതിയ അനിമലായിട്ട് അല്ലെങ്കിൽ പുതിയ ബോഡിയായിട്ട് മാറുന്ന ഫ്രാഗ്മെന്റേഷൻ. റീജനറേഷൻ. ബോഡിയെ പല പീസായിട്ട് നമ്മൾ കട്ട് ചെയ്താലും ആ ഓരോ പീസിൽ നിന്നും പുതിയ ബോഡി പാർട്സ് റീജനറേറ്റ് ചെയ്ത് പുതിയ അനിമലായിട്ട് മാറുന്ന, ജീവിയായിട്ട് മാറുന്ന റീജനറേഷൻ പ്രോസസ് ഒക്കെ നമ്മൾ എവിടെ പറയുന്നതാണ്? എസെക്ഷൽ റീപ്രൊഡക്ഷനിൽ പറയുന്ന ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ്. പിന്നെ അറ്റ് ലാസ്റ്റ് നമ്മൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൽ റീപ്രൊഡക്ഷൻ പറയുന്നുണ്ട്. ഇവിടെ എത്ര പേരന്റ് വേണം? 2 പേരന്റ് വേണം. 2 പേരൻസും എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം? ഗമീറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് അത് ഫ്യൂസ് ചെയ്ത് ഫെർട്ടിലൈസേഷൻ നടത്തി അങ്ങനെ വേരിയേഷനുള്ള ഒരു പുതിയ എന്താണ് നെക്സ്റ്റ് ജനറേഷൻ ഓഫ് സ്പ്രിങ്സ് ഫോം ചെയ്യുന്ന പ്രോസസ്സാണ് നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഇത് നമ്മൾ ഈ ഏരിയയിൽ പഠിക്കുന്ന വേറൊരു പ്രോസസ്സാണ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്. എന്തൊക്കെ അതോടും ഡിസ്കസ് ചെയ്ത് പോയേ പറ്റത്തുള്ളൂ. നമ്മൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഗർഭനിരോധന മാർഗ്ഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ ബാരിയർ മെത്തേഡിനെ പറ്റി പറയും. ഹോർമോണൽ മെത്തേഡ്സ് ഉണ്ട്, ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ്, സർജിക്കൽ മെത്തേഡ്സ്. പേരുകളൊന്നും കേട്ട് ഞെട്ടണ്ട. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്ന ഏരിയകളാണ്. ബാരിയർ മെത്തേഡ്, ഹോർമോണൽ മെത്തേഡ്, ഇൻട്രാ യൂട്രൈൻ
ഡിവൈസസ്, സർജിക്കൽ മെത്തേഡൊക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് പ്രഗ്നൻസി പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ്സ് ആണ് ഏതൊക്കെ, ഈ പറഞ്ഞ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്. അതിനെപ്പറ്റി നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. ക്വസ്റ്റ്യൻസ് നോക്കി സിമ്പിളായിട്ട് 2 ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെക്ഷുവൽ ആൻഡ് എസെക്ഷുവൽ റീപ്രൊഡക്ഷൻ? ഏതൊക്കെയാണ് എസെക്ഷുവൽ റീപ്രൊഡക്ഷനും സെക്ഷുവൽ റീപ്രൊഡക്ഷനും ഉള്ള വ്യത്യാസം, ഡിഫറൻസ് എന്താണ്? സിംഗിൾ പേരൻ്റ് ഉള്ളതാണ് ഏത്? എസെക്ഷുവൽ റീപ്രൊഡക്ഷൻ. 2 പേരൻ്റ് വരുന്നതാണ് ഏത്? സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. ഗമീറ്റ് ഫോർമേഷൻ ഉള്ള ഇതിനകത്താണ് സെക്ഷുവൽ റീപ്രൊഡക്ഷനിലാണ്. ഗമീറ്റ് ഫോർമേഷൻ വേണ്ടാത്തതാണ് എസെക്ഷുവൽ റീപ്രൊഡക്ഷൻ. വേരിയേഷനുള്ള കുഞ്ഞുങ്ങൾ പെർഫോം ചെയ്യുന്ന എപ്പോഴാണ്? സെക്ഷുവൽ റീപ്രൊഡക്ഷനിലാണ്. എസെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ പേരൻസിൻ്റെ എക്സാക്ട് ഫോട്ടോകോപ്പി ജനറ്റിക്കലി ആൻഡ് മോർഫോളജിക്കലി സിമിലർ ഓഫ്സ്പ്രിങ്സ് ആയിരിക്കും എസെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ എപ്പോഴും ഉണ്ടാവുക. ശരിയല്ലേ? കുറച്ചുകൂടെ സിമ്പിൾ പ്രോസസ്സാണ് ഏത്? നമ്മുടെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. കുറച്ച് കോംപ്ലക്സ് പ്രോസസ്സ് വരുന്നതാണ് ഏത്? സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്ന ഒരു നിങ്ങൾക്ക് 9ാം ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന ഒരു ഏരിയ ആണ് അഡോളസൻസ്. കൗമാര കാലഘട്ടം, അല്ലെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? അഡോളസൻസ് ഏരിയ എന്ന് പറയുന്ന ഏരിയ. ഇവിടെ നമുക്ക് ചൈൽഡ്ഹുഡിൽ നിന്നും നിങ്ങൾ അഡൽട്ട്ഹുഡിലേക്ക് മാറുന്ന ഒരു സ്റ്റേജാണ് അല്ലേ? എന്താണ്? ട്രാൻസിഷൻ ഫ്രം ചൈൽഡ്ഹുഡ് ടു അഡൽട്ട്ഹുഡ് എന്നാണ്. ഇവിടെ ഒരു ഏജ് റേഞ്ച് പറയും നമുക്ക് 11 to 19 ഏജ് പറയാം. 11 മുതൽ 19 വയസ്സാണ് നമ്മൾ പറയുന്നത്. ഇവിടെ നമുക്ക് നിങ്ങൾ ഫിസിക്കലി ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്, മെൻ്റൽ ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്, ഇമോഷണൽ ആൻഡ് സോഷ്യൽ ചേഞ്ചസ് ഇതൊക്കെ ഉണ്ടാകും. ഫിസിക്കൽ ചേഞ്ച്, മെൻ്റൽ ചേഞ്ച്, ഇമോഷണൽ ചേഞ്ച് ആൻഡ് സോഷ്യൽ ചേഞ്ച് ഒക്കെ ഉണ്ടാകുന്ന ഒരു പ്രായം. ആ പ്രായത്തെ നമ്മൾ എന്താ വിളിക്കുക? അഡോളസൻസ് എന്ന് വിളിക്കും. ഈ പ്രായത്തിൽ സംഭവിക്കുന്ന ഒരു പ്രോസസ്സാണ് ഏത്? പ്യൂബർട്ടി. എന്താ വിളിക്കുക? പ്യൂബർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റേജ് വെൻ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഗെറ്റ് മെച്യൂർ. നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഒക്കെ മെച്യൂറായി നമ്മൾ ഗമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങുന്ന ആ ഒരു പ്രായത്തെ നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്യൂബർട്ടി. മെയിൽ ആണെങ്കിൽ സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഫീമെയിൽ ആണെങ്കിൽ എഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ആ പ്യൂബർട്ടിയിൽ നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ് നമ്മൾ പറയുന്നുണ്ട്. ക്ലാസിഫിക്കേഷൻ. എന്താ? ജീവികളെ നമ്മൾ അവരുടെ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് നമ്മൾ തരംതിരിക്കുകയാണ്. സിസ്റ്റമാറ്റിക് ക്ലാസിഫിക്കേഷൻ എന്നാണ് വിളിക്കുക. ആദ്യമായിട്ട് ക്ലാസിഫിക്കേഷൻ നടത്തിയ ആരാണ്? അരിസ്റ്റോട്ടിൽ എന്ന ഒരാളാണ്. അരിസ്റ്റോട്ടിൽ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റിനെ പറ്റി നമ്മൾ പഠിക്കും. ഫാദർ ഓഫ് ബയോളജി എന്നൊക്കെ അറിയപ്പെടുന്നതാണ് അരിസ്റ്റോട്ടിൽ. മോഡേൺ ക്ലാസിഫിക്കേഷൻ നമ്മൾ പറയുന്നുണ്ട്. അപ്പം ജീവികളെ മോഡേൺ ക്ലാസിഫിക്കേഷനിൽ സെൽ ടൈപ്പ് വെച്ച്, ബോഡി സ്ട്രക്ചർ വെച്ച്, എവല്യൂഷണറി റിലേഷൻഷിപ്പ് വെച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ജീവികളെ എന്ത് ചെയ്യുന്നുണ്ട്? ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പഠിക്കുന്ന നീഡ്സ് ഫോർ ക്ലാസിഫിക്കേഷൻ, ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ. 2 മേജർ ടോപ്പിക്കാണ്. ഈ ക്ലാസിഫിക്കേഷൻ്റെ ആവശ്യം എന്താണ്? നീഡ്സ് ഫോർ ക്ലാസിഫിക്കേഷൻ. പിന്നെ എന്താ? ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവികളെ നമ്മൾ തരംതിരിച്ചിരിക്കുന്നത്? ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ പറയുന്ന ഒരു ഏരിയയാണ് ഹൈറാർക്കി ഓഫ് ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫിക്കേഷൻ്റെ ഒരു ഹൈറാർക്കി ഉണ്ട്. അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം അല്ലെങ്കിൽ ഡിവിഷൻ, കിങ്ഡം. ഇതിനെപ്പറ്റി ഓരോ ലെവലിനെ പറ്റി നമ്മൾ, ഓരോ ഹൈറാർക്കിയെ പറ്റി, ഓരോ ടാക്സയെ പറ്റി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ചാപ്റ്ററിൽ ഓരോ കാറ്റഗറിയെ പറ്റിയും പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഡിവിഷൻ അല്ലെങ്കിൽ ഫൈലം, പിന്നെ കിങ്ഡം. ഈ ഓരോ ഇതിനെപ്പറ്റി നമ്മൾ ഈ ചാപ്റ്ററിൽ പറയും. പിന്നെയുള്ളത് എന്താണ്? നമ്മുടെ RH വിറ്റാക്കർ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അത് വരുന്ന കിങ്ഡം മൊണേറ, കിങ്ഡം പ്രൊട്ടിസ്റ്റ, കിങ്ഡം ഫഞ്ചെ, കിങ്ഡം പ്ലാന്റേ, കിങ്ഡം അനിമേലിയ. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും മൊണേറ, പ്രൊട്ടിസ്റ്റ, ഫഞ്ചെ, പ്ലാന്റേ, അനിമേലിയ. ഈ 5 കിങ്ഡത്തെ പറ്റി നമ്മൾ ഈ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പറയും. പിന്നെ പ്ലാൻ കിങ്ഡത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അതിനകത്ത് വരുന്ന ഡിവിഷൻസ് ആണ് താലോഫൈറ്റ, ബ്രയോഫൈറ്റ, ടെറിഡോഫൈറ്റ, ജിംനോസ്പേംസ്, ആൻജിയോസ്പേംസ്. ഏതൊക്കെയാണ്? താലോഫൈറ്റ അല്ലെങ്കിൽ ആൽഗെ, ബ്രയോഫൈറ്റ, ടെറിഡോഫൈറ്റ, ജിംനോസ്പേംസ്, പിന്നെ എന്താണ്? ആൻജിയോസ്പേംസ്. ഇതിനെപ്പറ്റി നമ്മൾ ഈ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പറയും. അനിമൽസിലേക്ക് വരുമ്പോഴത്തേക്ക് ഫൈലം ഏതൊക്കെയാണ്? ഫൈലം പോറിഫെറ, പിന്നെ ഫൈലം സീലൻഡ്രേറ്റ, പ്ലാറ്റിഹെൽമിന്തസ്, നിമറ്റോഡ, പിന്നെന്താണ്? അനിലിഡ, ആർത്രോപോഡ, മൊളസ്ക, എക്കിനോഡെർമേറ്റ, പിന്നെന്താണ്? പ്രോട്ടോകോഡേറ്റ അല്ലെങ്കിൽ ഹെമി കോഡേറ്റ എന്ന് പറയും. പിന്നെന്താണ്? ലാസ്റ്റ് വരുന്നതാണ് കോഡേറ്റ. കോഡേറ്റയ്ക്കകത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു ഏരിയയാണ് വെർട്ടിബ്രേറ്റ, സൈക്ലോസ്റ്റൊമാറ്റ, പിസസ്, ആംഫീബിയ, റെപ്റ്റൈൽസ്, ഏവ്സ്, എന്താണ് നമ്മളൊക്കെ വരുന്നത് എന്താണ്? മമേലിയ. ഇങ്ങനെയുള്ള ജീവികളെ പറ്റിയൊക്കെ, ഈ ക്ലാസിഫിക്കേഷനെ പറ്റിയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ പഠിക്കേണ്ട ഒരു ഏരിയയാണ് ഈ ചാപ്റ്ററിൽ ക്ലാസിഫിക്കേഷൻ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഒഴിച്ചുകൂടാനാവാത്തൊരു ഏരിയയാണ് നോമൻക്ലേച്ചർ. എന്താണ് നോമൻക്ലേച്ചർ എന്ന് പറയുമ്പോൾ? സയൻറ്റിഫിക് നെയിമിംഗ് ആണ്. ജീവികൾക്ക് നമ്മൾ ശാസ്ത്രീയ നാമം അല്ലെങ്കിൽ സയൻറ്റിഫിക് നെയിം കൊടുക്കുന്ന ഒരു ഏരിയയാണ് ഏത്? നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. യൂണിവേഴ്സലി അക്സെപ്റ്റബിൾ നെയിം അല്ലേ? അത് ആരെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്? കാൾ ലിനേയസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിന് പല റൂൾസ് ഉണ്ട് ഈ നോമൻക്ലേച്ചറിന്. ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയുക, ദ്വിനാമ സിദ്ധാന്തം അല്ലെങ്കിൽ എന്ത് വിളിക്കും നമ്മൾ ഇംഗ്ലീഷിൽ? ബൈനോമിയൽ നോമൻക്ലേച്ചർ. അതിന് പല റൂൾസുകൾ ഫോളോ ചെയ്യുന്നുണ്ട്. ആ റൂൾസ് എന്തൊക്കെയാണ്
എന്തൊക്കെയാണെന്ന് അതിൻ്റെ പോസ്റ്റ്ലേറ്റിൽ നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. പിന്നെ എന്താണ് ഹോമോസാപ്പിയൻസ്, ഇതിനകത്ത് പല ഹോമോസാപ്പിയൻസ് എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ മോഡേൺ മാൻ്റെ എന്താണ് സയൻറ്റിഫിക് നെയിമാണ്. ഇതിനകത്ത് പല റൂൾസും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ആ റൂൾസ് എന്തൊക്കെയാണെന്ന് ഇപ്പോൾ നമ്മൾ പറയത്തില്ല, ചാപ്റ്റർ എടുക്കുമ്പോൾ നമ്മളത് പറയും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് 9ാം ക്ലാസ്സിൽ BSO ബയോളജി എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഇത്രയും ഏരിയ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുക. ഓക്കെ.